നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോരാട്ടം കനക്കുമ്പോൾ കോൺഗ്രസിന് പരാജയ ഭീതി ഉണ്ടായെന്ന് പരക്കെ നേതാക്കൾക്കിടയിൽ നിന്ന് പോലും വലിയ തോതിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ഉയർത്തിയിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പും അതിനോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ശശി തരൂരും അല്പം പിന്നാക്കം വലിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ എതിരാളികൾക്ക് പ്രശ്നമല്ലായിരുന്നു എന്നാണ് ആദ്യമൊക്കെ അവർ പറഞ്ഞത്. LDF-മായി പോരാട്ടം എന്ന് പോലും കോൺഗ്രസ് തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം തരൂരിന്റെ പുതിയ പ്രസ്താവനകൾ വലിയ അങ്കലാപ്പാണ് അവിടെ സമ്മാനിച്ചിരിക്കുന്നത്. പ്രചരണത്തിൽ ഇപ്പോൾ ഒരല്പം മുൻതൂക്കമുള്ളത് BJPക്ക് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പ്രചരണവുമായി എത്തിയതോടുകൂടി കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട് എന്ന് ശശി തരൂർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ. കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ എത്തിയ രാജീവ് ചന്ദ്രശേഖർ അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വിരാമമിടുന്നതിന് വേണ്ടി ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നും കേന്ദ്രമന്ത്രി പദവി ദുരുപയോഗം ചെയ്യുകയാണ് എന്നുമൊക്കെ ശശി തരൂർ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ വിദഗ്ധരെയും കേന്ദ്ര സംഘത്തെയും എത്തിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലായിരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രചരണം ചൂടുപിടിച്ചപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖറിന് ചെറിയൊരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ അധികായനായ ശശി തരൂറിന് പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തേണ്ടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ട് ചോർന്നാൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. എന്തായാലും നിലവിൽ അവിടെ പോരാട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം കരുത്തുറ്റ എതിരാളിയാണ് എന്നുള്ള ബോധ്യം കോൺഗ്രസിന് കൂടി വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.